ആദ്യം ശ്രീ സിബി സത്യൻ, എന്നെ കേൾക്കാമോ? കേൾക്കാം, പറയൂ. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കുന്നത്. അത് ബീഹാർ ഭരണത്തിന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രത്തിലെ NDAയുടെ നിലനിൽപ്പിന് തന്നെ വളരെ അത്യന്താപേക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. NDA സംബന്ധിച്ച് അങ്ങനെ കൂടി ഒരു പ്രാധാന്യം അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇന്ത്യ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ നില എന്ത് എന്നത് പരിശോധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇപ്പോൾ രണ്ട് മുന്നണികളുടെയും പ്രകടന പത്രിക വരുമ്പോൾ സർക്കാർ ജോലി വാഗ്ദാനം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും വരുമ്പോൾ അവിടെ 1 കോടി തൊഴിലവസരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് NDAയുടെ പ്രകടന പത്രിക വരുന്നത്. ഇനി ഒന്നാം ഘട്ടത്തിലേക്ക് 6 ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ വാഗ്ദാനങ്ങളിൽ മുന്നിൽ ആരാണ്? രേണു, നമ്മൾ ബീഹാറിന്റെ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ എന്ന് പറയുന്ന 3 സംഭവങ്ങൾ എന്ന് പറയുന്ന ഒന്ന് പണം, ഒന്ന് ജാതി, ഒന്ന് സർക്കാർ ജോലി എന്നിവയാണ്. കാരണം നമുക്കറിയാം, കേന്ദ്ര സർവീസിലടക്കം ഈ സർക്കാർ ജോലി എന്ന് പറയുന്ന ബീഹാരികൾക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. അപ്പൊ അത് കാരണം തന്നെ ഇരു മുന്നണികളുടെ മാനിഫെസ്റ്റോ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് BJP ഏതാണ്ട് 1 കോടി തൊഴിലവസരങ്ങളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തേജസ്വി യാദവിന്റെ പ്രകടന പത്രിക കുറച്ചുകൂടെ ഡീറ്റെയിൽ ആണ്. അവർ പറയുന്നത് ഓരോ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സർക്കാർ ജോലി എന്ന വാഗ്ദാനമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജോലി എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് NDA തങ്ങളുടെ മാനിഫെസ്റ്റോ കോപ്പി അടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിലേക്ക് ഈ പറഞ്ഞതുപോലെ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ ഇരു രാഷ്ട്രീയ പാർട്ടികളും കൊണ്ടുവരുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് നിതീഷ് കുമാർ ഭരിക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പ്രതിപക്ഷ സഖ്യം ഒരു അവസരം നോക്കിയിരിക്കുകയാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സുവർണ അവസരമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, മഹാഗഠബന്ധനെ സംബന്ധിച്ചിടത്തോളം ഈ തേജസ്വി യാദവ് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ്. നിതീഷ് കുമാറിന്റെ ഒരു ഇമേജിനേക്കാൾ വളരെ കൂടുതലായിട്ട് യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കിട്ടിയിരിക്കുന്നത്, യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായ ഒരു ഫാൻ ഫോളോയിങ് ഉള്ള ആളാണ് തേജസ്വി യാദവ്. അപ്പൊ അതുകൊണ്ട് തന്നെ തേജസ്വിയുടെ ഈ തവണത്തെ ഇലക്ഷനിലെ യൂത്ത് ഒന്നടങ്കം തേജസ്വിക്ക് പിന്നാലെ അണിനിരക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ നമ്മുടെ മൊത്തം സർവേകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നേരിയ വ്യത്യാസം, അതായത് 41% 39% തമ്മിലുള്ള വ്യത്യാസമാണ് മൊത്തത്തിൽ ഇത്തവണ ഈ രണ്ട് പാർട്ടികൾക്ക് ഇടയിൽ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വസ്തുത. അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിക്ക് ഒരു 9% വരെ വോട്ടുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പം ഈ ജൻ-സുരാജ് പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ്. കാരണം അവർ കൂടുതൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മഹാഗഠബന്ധന്റെ സാധ്യതകളെ അത് ബാധിക്കും. അതായത് ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകളെ അത് ബാധിക്കും. അതേസമയം അവർ കൂടുതൽ വോട്ട് പിടിക്കുന്നത് NDAക്ക് വളരെ പ്രയോജനപ്രദമാണ്. കഴിഞ്ഞ തവണ ചിരാഗ് പസ്വാന്റെ പാർട്ടി ഒരുപാട് ദളിത് വോട്ടുകൾ സ്വന്തമാക്കി NDAയെ സഹായിച്ചതുപോലെ അതുപോലൊരു സംഭവം ഈ പറഞ്ഞതുപോലെ. പക്ഷേ അർബൻ മേഖലകളിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശാന്ത് കിഷോറിന്റെ ജൻ-സുരാജ് പാർട്ടിക്ക് കാര്യമായ സ്വാധീനം എന്നുള്ളത്. കാരണം അവർ കുറെ കൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈടെക് ആയിട്ടുള്ളൊരു പാർട്ടി ആയതുകൊണ്ട്, ബീഹാറിലെ സ്മാർട്ട് ഫോൺ പെനിട്രേഷൻ താരതമ്യേന കുറവായതുകൊണ്ടും ഈ പറഞ്ഞതുപോലെ ഗ്രാമങ്ങളിലൊക്കെ എത്രമാത്രം അവർക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്നുള്ളത് വലിയൊരു പ്രശ്നമായി വിശേഷിക്കുന്നു. പക്ഷെ എന്നാൽ ഇന്നത്തെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ ജൻ-സുരാജ് പാർട്ടിയുടെ ഒരു നേതാവ്, ഒരു വലിയ മസൽമാൻ, ഒരു പ്രാദേശിക മസൽമാൻ എന്ന് പറയാവുന്ന ഡോൺ എന്ന് പറയാവുന്ന ഒരാളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അത് JDU-വിന്റെ ആൾക്കാരാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയ പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആയിട്ട് തന്നെ ബീഹാറിൽ ആകെ കത്തി പടർന്നിട്ടുണ്ട്. അതായത് പഴയ ജംഗിൾ രാജിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഇലക്ഷൻ എന്ത് വിധത്തിലും പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് NDAയുടെ ഒരു വലിയ ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ഒരു പരിധി വരെ ബീഹാർ ഇലക്ഷനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ടികൾ, നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണയോട് കൂടിയിട്ടാണ് കേവല ഭൂരിപക്ഷം കേന്ദ്രത്തിൽ സർക്കാർ ഉറപ്പിച്ചിരിക്കുന്നത്. നിതീഷ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തരാതരങ്ങളിൽ നിറം മാറ്റുന്ന ഒരാളാണ്. ഏത് സമയത്തും എങ്ങോട്ടും ചാടാം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ലാത്ത മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്താണ് ചെയ്യുക എന്നുള്ളത് ആർക്കും അത്ര ഉറപ്പില്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൽ ഒരു സ്ഥാനചലനം ഉണ്ടാവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ BJP ക്യാമ്പ് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് സ്വീകരിക്കാവുന്നവ അങ്ങനെ
തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സ്വീകരിക്കാവുന്നവയും എടുത്തു വരുന്നതാണല്ലോ നമ്മൾ ബീഹാറിൽ കാണുന്നത്. പ്രധാനമന്ത്രി തന്നെ മുന്നിൽ നിന്ന് പ്രചരണം നയിക്കുന്നു. ആസിയാൻ ഉച്ചകോടി പോലും വേണ്ട എന്ന് വെച്ചാണ് അവിടെ റാലികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിരിക്കുന്നത്. 10ഓളം റാലികളിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ 25ഓളം റാലികൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്ത് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ നടത്തുന്നു. ഇന്നിപ്പോൾ ഈ പ്രകടന പത്രിക പുറത്തു വരുമ്പോൾ സിബി സത്യൻ അതിൽ പ്രധാനം മോദി തന്നെയാണ്. മോദിയുടെ വലിയ ചിത്രം ആണ് കവർ പേജിലുള്ളത്. അതിന് പിന്നിലാണ് മറ്റ് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുള്ളത്. അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നത് NDA സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ പ്രകടന പത്രിക വരുമ്പോഴും ആ സസ്പെൻസ് നിലനിർത്തുന്നു. എന്തുകൊണ്ട് നിതീഷിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല? മോദിയുടെ ഒരൊറ്റ വാക്ക് മാത്രമാണ് നിതീഷിന്റെ നേതൃത്വത്തിൽ നയിക്കുമെന്ന വാക്കിനപ്പുറം മറ്റൊരു ഉറപ്പും കൊടുത്തിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഭരണം നിലനിർത്തുന്നതിന് പോലും അവിടുത്തെ വിജയം ഉറപ്പെന്നിരിക്കെ ഇപ്പോഴും നിതീഷിനെ മുന്നോട്ട് വെക്കുന്നില്ല എന്നത് നമ്മൾ കാണണം. തുല്യ സീറ്റുകളിലാണ് മത്സരം എന്നത് കാണണം. അപ്പോൾ BJP വലിയ അമിത പ്രതീക്ഷയിൽ തന്നെയാണോ? അതാണോ ഈ പ്രകടന പത്രികയിലും കാണുന്നത്? മോദിയുടെ നേതൃത്വത്തിൽ BJP പിടിക്കുക എന്നതാണോ അജണ്ട? ബീഹാർ പിടിക്കുക എന്നതാണോ അജണ്ട? തീർച്ചയായും BJP തന്നെ. കാരണം കഴിഞ്ഞ തവണ 78 സീറ്റുകളാണ് BJPക്ക് മൊത്തം ഉള്ളത്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ 101 സീറ്റുകളിലെ അവർ ഒരുപാട് വിട്ടുവീഴ്ച മനോഭാവം സീറ്റ് വിതരണത്തിൽ കാണിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം 78 സീറ്റുകൾ പിടിച്ച BJPക്ക് 101 സീറ്റേ ഉള്ളൂ. 45 സീറ്റിൽ വിജയിച്ച JDUവിനും 101 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അപ്പൊ ആ തരത്തിലൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള പങ്കുവെക്കലുകൾ അവർ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ നിതീഷിനെ മുഖ്യ പ്രചാരകനായിട്ട് ഉയർത്തി കാണിക്കാത്തതിന്റെ പിന്നിലുള്ള ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് 20 വർഷത്തെ ആന്റി ഇൻകംബൻസി ഉണ്ട്. 20 വർഷത്തെ ഭരണവിരുദ്ധ വികാരമാണ്. ആ 20 വർഷത്തെ ഭരണവിരുദ്ധ വികാരം മറികടക്കാനായിട്ട് NDAയുടെ കേന്ദ്രത്തിലെ NDA എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിനെ കുറച്ചുകൂടെ തറപ്പിച്ച് വോട്ടർമാരോട് പറയാനാണ്, അല്ലെ അവരുടെ മനസ്സിൽ പതിപ്പിക്കാനാണ് ശ്രമം. അപ്പം ഈ നിതീഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ, അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ അതിനെ ടാർഗറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആന്റി ഇൻകംബൻസി ഒരു വലിയ സംഭവമായിട്ട് ഉയർത്തി കാണിക്കാൻ എതിരാളികൾക്ക് കഴിയും. അപ്പൊ അതെങ്ങനെയെങ്കിലും ഒഴിവാക്കുക. പിന്നെ യൂത്തിന്റെ വോട്ട് ഭയങ്കരമായിട്ട് അഖിലേഷ് യാദവിനൊപ്പം പോകുന്നുണ്ട്. അപ്പൊ ഈ അഖിലേഷ് യാദവും നിതീഷ് കുമാറും കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യൂത്തിന്റെ വോട്ട് അഖിലേഷിന് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ NDA എന്ന് പറയുന്ന ഒരു ലാർജർ ഇമേജിന് കുറച്ചുകൂടി യൂത്തിനെ ആകർഷിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു തന്ത്രം ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും രസകരമായി നമ്മൾ കാണേണ്ട ഒരു സംഗതി 6% സ്ത്രീകളുടെ വോട്ട് കൂടുതലാണ് NDAക്ക് എന്നാണ് ഇപ്പൊ കാണിക്കുന്നത്. കാരണം 10,000 രൂപ വെച്ചിട്ട് സ്ത്രീകൾക്ക് ഒരു വൺ ടൈം പേയ്മെന്റ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. അതായത് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അതിനൊക്കെ ആയിട്ട്. അപ്പൊ ഈ സ്ത്രീകളുടെ പെട്ടെന്നുണ്ടായ ഈ പറഞ്ഞതുപോലെയുള്ള NDAയുടെ പക്ഷത്തേക്കുള്ള ഈ ചായ്വ് ഈ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നായിരിക്കും. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ഇതുവരെയുള്ള വ്യത്യാസം 2% മാത്രമാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് സർവേകൾ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇനിയും കാണാത്ത സ്ട്രാറ്റജികളുണ്ട്. നമ്മൾ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ വോട്ടർ പട്ടികയിലുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇറക്കുന്ന പണം, അല്ലെങ്കിൽ കാസ്റ്റിന്റെ സമവാക്യങ്ങളുടെ ചില പ്രത്യേകതകൾ, പിന്നെ ഈ പറഞ്ഞ വിഘടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തിലെ മറ്റു പാർട്ടികൾ, ജൻസുരാജ് പാർട്ടിയെ പോലുള്ള പാർട്ടികൾ പിടിച്ചെടുക്കാവുന്ന സീറ്റുകൾ തുടങ്ങിയവയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഘടകങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കും. തീർച്ചയായും.